ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് ഞാൻ 1 മണിക്കൂറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഒരു വെജിറ്റേറിയൻ മീലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ടൈം മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ കുക്കിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. കുക്കിങ്ങിൽ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുക്ക് ചെയ്യാനായിട്ട് സമയം കൂടുതൽ എടുക്കുന്നത് നമുക്ക് ആദ്യം കുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിവിടെ മട്ട റൈസാണ് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് 2 കപ്പ് മട്ട റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ക്ലോസ് ചെയ്ത് വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. മുട്ട വേവിക്കാനായിട്ട് വെക്കാം. മുട്ട വേവുന്ന ടൈമിൽ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ട ഡോ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി തയ്യാറാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ടൈമിൽ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. മുട്ടക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഇപ്പോൾ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം ഗരം മസാലയായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു ഏലക്ക, 3 ഗ്രാമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതുപോലെ മുട്ടയും കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേർത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം ഒരു പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടുന്നത് വരെ. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുട്ട കംപ്ലീറ്റ്ലി നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊളിച്ചെടുക്കാം. മുട്ടക്കറിയിലേക്ക് വേവിച്ചിട്ടുള്ള മുട്ട ചേർക്കാം. ഇതിനോടൊപ്പം ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തിട്ട് കുക്കായെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് ചപ്പാത്തി ഒന്ന് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചപ്പാത്തിയായിട്ടും ഒന്ന് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ലഞ്ച് തയ്യാറാക്കാം. ഇവിടെ ഞാൻ ദാല് കറി, അതുപോലെ മെഴുക്ക് പുരട്ടി, അതുപോലെ ഒരു ബീട്രൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത്. ഇത്രയും തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏകദേശം ½ ആൻ അവർ മതിയാകും. റൈസിലേക്ക് ചേർത്തിരിക്കുന്ന വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ മട്ട റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ദാല് കറി തയ്യാറാക്കാം. ദാല് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സവാള, അതുപോലെ ഒരു ടൊമാറ്റോ, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതുമാണ് എടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കർ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. ഇതിനോടൊപ്പം ഗരം മസാല ആയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ. സവാളയും ടൊമാറ്റോയും ഒക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചേർത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റെഡ് ലെൻറ്റിൽസ് അല്ലെങ്കിൽ മസൂർ ദാൽ എന്ന് പറയും, നന്നായിട്ട് വാഷ് ചെയ്തത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി മസൂർ ദാലും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ദാല് വേവുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാം. അതിനായിട്ട് ഒരു വിസിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി ദാല് വേവുന്ന ടൈമിൽ നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം. തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ബീട്രൂട്ടും അതുപോലെ ഒരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു സവാള ചേർക്കാം. ഇനി ഇതൊരു ചോപ്പറിലൂടെ നന്നായിട്ട് ചെറുതായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, അതുപോലെ ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും അതുപോലെ സവാളയാണ് ചേർക്കുന്നത്. ഇനി ഈ ബീട്രൂട്ട് വേവുന്നതിനായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കാരണം നമ്മൾ അഡീഷണലി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് ബീട്രൂട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബീട്രൂട്ട് വേവുന്ന ടൈമിൽ നമുക്ക് തോരന് വേണ്ടിയുള്ള തേങ്ങാക്കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ അത് ചേർക്കാം. അതിനോടൊപ്പം 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, എരിവുള്ള ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒതുക്കിയെടുക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറിൽ 1 വിസിലിൽ ദാല് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള 3 വഴുതനങ്ങയും അതുപോലെ ഒരു സവാള, ഒരു വെളുത്തുള്ളി, 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ടൊന്ന് ഒതുക്കിയതെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചേർത്തിരിക്കുന്ന തേങ്ങാക്കൂട്ട് നന്നായിട്ടൊന്ന് ആവി കയറണം. ഈ ടൈമിൽ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, അതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും അതുപോലെ 2 പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തോരന് വേണ്ടിയുള്ള തേങ്ങാക്കൂട്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ സവാള ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർക്കാം. ഇനി വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ദാല് കുക്കായിട്ട് പ്രഷർ കുക്കറിൻ്റെ പ്രഷർ റിലീസ് ആയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ദാല് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില ചേർക്കാം.
അങ്ങനെ 1 മണിക്കൂറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ഇവിടെ റെഡിയായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.